കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. ബാ. എന്തോന്ന്? എന്നിട്ട് നീ ബികോം ഫസ്റ്റ് ക്ലാസ് ഒക്കെ മതിയാക്കിയ? വളരെ. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. That's why, in fact, I took my decision to arrange the marriage at the earliest. ഞാൻ തന്നെ കൂടെ ചെല്ലണമെന്ന് SIക്ക് ഭയങ്കര നിർബന്ധം. നമുക്കിട്ടെന്ന് വെച്ചല്ലേ. എന്താ എന്റെ ഉദ്ദേശം? സത്യമാണോ ഈ പറയുന്നത്? എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? എന്തോ എങ്ങനെ പിന്നെ തുടങ്ങാം. റെഡിയല്ലേ? ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് റിസർവ് മൂന്നെണ്ണം. അതെ, ഇപ്പൊ രണ്ടെണ്ണം പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. റിസർവ് ബാങ്കേ. ബാക്കി താനെടുത്തോ. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സും ഉണ്ടായില്ലല്ലോ. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഇവൻ ഇത്തിരി ദഹനക്കേടിന്റെ അസുഖം ഉണ്ടെന്നാ തോന്നുന്നേ. ചമ്മി ഇവിടെ നിന്നാ പോരെ. നീ പാച്ചിലല്ലടാ, പുണ്യാളച്ചനാണ്. ഈ സഞ്ചി എത്തോട്ട് വെച്ചേരെ. നീ തിരുവനന്തപുരത്തിന് പോകുന്നില്ലയോ? എന്നാത്തിനാ? ആ ഫ്ലോ അങ്ങ് പോയി. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. എനിക്കറിയില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഞാൻ പോകുന്നു. ബൈ ബൈ. ആ കൊട എന്തെന്ന് നിന്റെ തലിക്കൊന്നും ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാം? നീ രക്ഷപ്പെട്ടോ. ഞാൻ ഇവിടെ ഉള്ള ആളല്ലെന്ന് പറ. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ? എങ്ങനെയാ കാര്യങ്ങളൊക്കെ എന്റെ കൈവിട്ടു പോവുകയാണോ എന്ന് എനിക്കൊരു സംശയം. സുശീല, എല്ലാരും വിളിച്ചു. ഓ അതെല്ലോ. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി നവരാ. ഭയങ്കരം തന്നെ. അതല്ല ഉദ്ദേശം. ഞാൻ മാറി ചില പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അതോ അങ്ങനെ പറയരുത്. ഓ അത് ശരി. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? കുഴപ്പമായ എങ്ങനെ ഇരിക്കണം? എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? നിനക്ക് ഞാനില്ല. അല്പം കൂടി വെള്ളം. അങ്ങനെയൊക്കെ വഴിയില്ലോ. എനിക്ക് ഇനി മതിയായിട്ടില്ലല്ലേ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. പോയി ചത്തൂടേടാ. അങ്ങോട്ട് നോക്കണം. എവിടെയോ നമ്മൾ കണ്ടു, നല്ല പരിചയമുണ്ടല്ലോ. ബസ് സ്റ്റാൻഡ്, ചന്ത, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഞാൻ പോകാറ്. നിന്നെയാണ് ഞാൻ നായനായിട്ട് കാണുന്നത്. നിങ്ങൾ അതിര് കിടക്കുന്നു. കളി. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. അപ്പൊ തന്നെ PWD നമ്മളെ വിളിച്ചിട്ട് ഒരു അവാർഡ് തന്നു. അതുപോലെ തന്നെ ഈ ഒരു കാര്യം, മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. അങ്ങ് ഇഷ്ടപ്പെട്ടു. നീ ഒന്നും പണയണ്ട. ആൾക്കാരാണെന്ന്
ഇതൊക്കെ ഒരു വിരട്ട് മാത്രമാണ്, ശമ്പളം വാങ്ങിക്കണ്ടേ? ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. A few moments later. അതുകൊണ്ട് ഇപ്പൊ എന്താ? എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? അല്ല പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ അതിന് അതിനൊന്നും ഇല്ലേ? എന്താ ഉറക്കം വരുന്നു. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നണു.